ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. നമ്മൾ ഏത് പാടാ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്? ഭീമൻ പഴം എന്നല്ലേ? ഭീമൻ പഴം എന്ന് പറഞ്ഞാൽ ഏത് പഴത്തെ കുറിച്ചിട്ടാ പാഠത്തിൽ പറയണേ? ചക്ക അല്ലേ? അപ്പോൾ ആ പാടൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. എല്ലാവരും എഴുതിയൊക്കെ പഠിച്ചില്ലേ ക്വസ്റ്റ്യൻ ആൻസേഴ്സൊക്കെ? ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഉണ്ണിയാർച്ച എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പദ്യമാണ് പഠിക്കാനുള്ളത്. നിങ്ങൾ സിനിമയൊക്കെ പണ്ട് കണ്ടിട്ടുണ്ടാവും, ഒരു വടക്കൻ വീരഗാഥ, ഉണ്ണിയാർച്ച എന്നൊക്കെ, പഴയ മൂവി ഉണ്ണിയാർച്ച എന്ന് പറഞ്ഞാൽ ഒക്കെ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ? അതിൽ എന്താ പറയുക, കളരി അഭ്യാസികളുടെ ഒരു കഥയാണ്. പുത്തൂരം, തച്ചോളി തുടങ്ങിയ തറവാട്ടിലുള്ള കുറേ കളരി അഭ്യാസികളുടെ കഥയാണത്. അപ്പം എന്താ ഈ വടക്കൻ പാട്ട് എന്ന് പറഞ്ഞാൽ? വടക്കൻ പാട്ടിൽ പെടുന്നതാണ് ഈ ഉണ്ണിയാർച്ചയുടെ, തച്ചോളിയോധനൻ്റെ ഒക്കെ കഥകൾ. അപ്പം എന്താ ഈ വടക്കൻ പാട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വടക്കൻ കേരളത്തിൽ ഉടലെടുത്ത വീരാരാധനപരമായ വീരന്മാരെയൊക്കെ ആരാധിക്കുക ഒരു നാടോടി പാട്ടാണ് ഈ വടക്കൻ പാട്ട് എന്ന് പറഞ്ഞാൽ. ഈ വടക്കൻ പാട്ട് ആരും എഴുതി വെച്ചിട്ടുള്ളതൊന്നുമല്ല, എങ്ങനെയോ തലമുറയിൽ നിന്ന് തലമുറയിലേക്ക് വാമൊഴിയായിട്ട് പകർന്നു കിട്ടിയിട്ടുള്ളതാണ് ഈ വടക്കൻ പാട്ട്. ചൊല്ലി 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 ഒരു തലമുറയിൽ നിന്ന് വേറൊരു തലമുറ കേട്ട് പഠിച്ച് അങ്ങനെ പോന്നിട്ടുള്ളതാണ്. അപ്പോൾ ഈ കളരി അഭ്യാസങ്ങൾക്ക് പേര് കേട്ട പുത്തൂരം, തച്ചോളി തുടങ്ങിയ തറവാടുകളിലെ അഭ്യാസികളുടെ ജീവചരിത്രവും അവരെ പ്രകീർത്തിക്കലും ഒക്കെയാണ് ഈ വടക്കൻ പാട്ടിലെ സാരം. അതാണ് അതിൻ്റെ ഉള്ളടക്കം. ആ കഥയിൽ അതവരെ കുറിച്ചിട്ടാണ് പറയുന്നത്. അവരെ പ്രകീർത്തിച്ച് പാടുന്നതാണ് ഈ വടക്കൻ പാട്ടുകൾ. അപ്പോൾ അതിൽ പുത്തൂരം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കുടുംബത്തിലാണ്, പുത്തൂരം വീട് എന്ന് പറഞ്ഞൊരു കുടുംബത്തിലാണ് ഉണ്ണിയാർച്ച ജനിച്ചത്. ഈ വടക്കൻ പാട്ടിലെ ഏറ്റവും തിളക്കമാർന്നൊരു സ്ത്രീ കഥാപാത്രമാണ് ഉണ്ണിയാർച്ച. അപ്പോൾ ഈ ഉണ്ണിയാർച്ച കണ്ണപ്പ ചേകവർ എന്ന് പറഞ്ഞ ഒരു കണ്ണപ്പ ചേകവരുടെ മകളാണ്. കണ്ണപ്പ ചേകവർക്ക് ഉണ്ണിയാർച്ച, ആരോമൽ ചേകവർ രണ്ട് മക്കളുണ്ട്. പിന്നെ മുറച്ചക്കനായ ചന്തു, പിന്നെ ആറ്റുമണമേൽ കുഞ്ഞിരാമൻ, ഇവരൊക്കെയാണ് ഇവരുടെ ഇവരൊക്കെ ഈ കണ്ണപ്പ ചേകവരുടെ കീഴിലാണ് കളരി പഠിച്ചിരുന്നത്. അപ്പോൾ ഉണ്ണിയാർച്ച ഉറുമിയിലും കരവാളിലും ഒക്കെ വളരെയധികം ഉപയോഗിക്കുന്നതിൽ വളരെയധികം വൈദഗ്ധ്യം നേടി. അങ്ങനെ ചെറുപ്പത്തിലെ ഈ ഉണ്ണിയാർച്ചയുടെയും ചന്തുവിൻ്റെയും കല്യാണമൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു, എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. പക്ഷേ വലുതായി കഴിഞ്ഞപ്പോൾ ആരോമൽ ചേകവർക്ക് ഈ ചന്തുവിനെ കൊണ്ട് ഉണ്ണിയാർച്ചയെ കല്യാണം കഴിപ്പിക്കുന്നത് വലിയ ഇഷ്ടമുണ്ടായിരുന്നില്ല. അങ്ങനെ എന്ത് ചെയ്തു? വലുതായപ്പോൾ ആറ്റുമണമേൽ കുഞ്ഞിരാമനെ ഉണ്ണിയാർച്ചയ്ക്ക് വിവാഹം കഴിച്ചു കൊടുത്തു. അപ്പം അതുകൊണ്ട് ചന്തുവിന് ഈ ആരോമൽ ചേകവരോട് വലിയ പ്രതികാരമായി മനസ്സിൽ. അങ്ങനെ ആറ്റുമണമേൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് സ്ഥലം? ആറ്റുമണമേൽ എന്ന് പറഞ്ഞാൽ കുഞ്ഞിരാമൻ്റെ വീടാണ്. അപ്പോൾ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉണ്ണിയാർച്ച ആറ്റുമണമേലാണല്ലോ താമസിക്കുക. അങ്ങനെ ആറ്റുമണമേൽ ഇങ്ങനെ ഒരു ദിവസം താമസിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഉണ്ണിയാർച്ച ഊണൊക്കെ കഴിഞ്ഞ് കിടന്നുറങ്ങിയ സമയത്ത് അയ്യപ്പൻകാവിലും അല്ലിമലർക്കാവിലൊക്കെ ഉത്സവം നടക്കുകയാണ്. ആ ഉത്സവം നടക്കുന്ന സമയത്ത് അങ്ങോട്ട് പോകണമെന്ന് ഉണ്ണിയാർച്ചയ്ക്ക് വലിയ ആഗ്രഹമായി. പക്ഷേ ആ കാവിലേക്ക് പോണ ആ വഴി നാദാപുരത്ത് അങ്ങാടി കൂടെ വേണം പോവാൻ. വളരെയധികം അപകടം പിടിച്ച വഴിയാണ്. സ്ത്രീകളെയും കുട്ടികളെയും ഒക്കെ അവിടെ ആ വഴി കൂടെ പോകുമ്പോൾ അക്രമികൾ പിടിച്ചു കൊണ്ടുപോകും. അപ്പോൾ ഉണ്ണിയാർച്ചയ്ക്ക് ഇങ്ങനെ ഒരു ആഗ്രഹമുണ്ട്, അയ്യപ്പൻകാവിൽ പോകണം, അവിടെ കൂത്ത് നടക്കുന്നുണ്ട്, ആ കൂത്ത് കാണണം എന്നൊക്കെ ഒരാഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് പറഞ്ഞപ്പോൾ ഭർത്താവായ കുഞ്ഞിരാമനും ഭർത്തൃ വീട്ടുകാരൊക്കെ എതിർപ്പ് പ്രകടിപ്പിച്ചു. പോണ്ട, അതൊക്കെ സ്ത്രീകൾക്ക് പോകാൻ പറ്റിയ വഴിയല്ല, വളരെ അപകടം നിറഞ്ഞ വഴിയാണ് എന്നെല്ലാം പറഞ്ഞു. പക്ഷെ ഉണ്ണിയാർച്ചയ്ക്ക് വാശിയായി. എന്താ അങ്ങനൊരു അക്രമികൾ, എനിക്കൊന്ന് കാണണം, അവരെ കണ്ടേ പറ്റൂ എനിക്ക്. ഉണ്ണിയാർച്ചയ്ക്ക് വാശിയായി. അങ്ങനെ ഉണ്ണിയാർച്ചയുടെ നിർബന്ധത്തിന് ഇവർ വഴങ്ങിക്കൊടുത്തു. പോയിക്കോളോ എന്ന് പറഞ്ഞു. അങ്ങനെ ഉണ്ണിയാർച്ച കുഞ്ഞിരാമനും കൂടെ അയ്യപ്പൻകാവിൽ ഉത്സവം കാണാൻ പോയി. പറഞ്ഞ പോലെ കുറച്ച് ദൂരം എത്തിയപ്പോഴേക്കും അക്രമികൾ വന്ന് ഇവരെ പിടിച്ചു കെട്ടി കൊണ്ടുപോകാൻ ഒരുങ്ങി. ഉണ്ണിയാർച്ചയ്ക്ക് എന്താ, കരവാളിലും ഉറുമിയിലൊക്കെ വൈദഗ്ധ്യം നേടിയ ആളാണല്ലോ ഉണ്ണിയാർച്ച. വിട്ടുകൊടുത്തില്ല, ഇവരെ എതിർത്തു.
എതിർത്ത് അവരെന്നെ പറഞ്ഞു. ഞാനിങ്ങനെ ആരോമത്സ്യമൊക്കെ അവരുടെ പെങ്ങളാണ്, പുത്തൂരം വീട്ടിലെ ഉണ്ണിയാർച്ചയാണ് ഞാൻ എന്ന് പറഞ്ഞോടുകൂടി അക്രമികൾക്കൊക്കെ പേടിയായി. ഇവരെല്ലാവരും വേഗം പോയി ഇവരുടെ മൂപ്പനോട് പറഞ്ഞു, മൂപ്പ എന്താ ഇങ്ങനെ ആരോമത്സ്യയുടെ പെങ്ങളാണിത്. ഇപ്പോൾ മൂപ്പൻ ഓടി വന്ന് ഉണ്ണിയാർച്ചയോട് എന്ത് പറഞ്ഞു? ക്ഷമ പറഞ്ഞു. ഇനി ക്ഷമിക്കണം, എൻ്റെ കൂട്ടാളികൾ അറിയാതെ ചെയ്തു പോയതാണ് എന്നെല്ലാം പറഞ്ഞ് ഉണ്ണിയാർച്ചയോട് ക്ഷമ ചോദിച്ചു. അപ്പോൾ ഉണ്ണിയാർച്ച പറഞ്ഞു, ഇനി മേലാൽ ഈ വഴി പോകുന്ന സ്ത്രീകളെയും കുട്ടികളെയും ഒന്നും നിങ്ങൾ ഉപദ്രവിക്കരുത് എന്ന് ഉണ്ണിയാർച്ച പറഞ്ഞു. അതിന് ശേഷം ഉണ്ണിയാർച്ചനായിട്ടുള്ള ഈ എന്താ പറയുക ഇവർ തമ്മിലുള്ള വഴക്ക് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇവരാരും ഒരു സ്ത്രീനെയും ഒരു കുട്ടികളെയും ഒന്നും ഇവർ ഉപദ്രവിച്ചിട്ടില്ല പിന്നെ അതിന് ശേഷം. അതാണ് നമുക്ക് പഠിക്കാനുള്ള പാഠഭാഗം ഉണ്ണിയാർച്ചയുടെ. എന്താ? ആറ്റുമണമേലെ ഉണ്ണിയാർച്ച ഊണും കഴിഞ്ഞങ്ങൂറക്കമായി. ആറ്റുമണമേൽ ഉണ്ണിയാർച്ച എന്ന് പറഞ്ഞാൽ എന്താ? കുഞ്ഞിരാമൻ്റെ വീടാണ് ആറ്റുമണമേൽ. അപ്പോൾ ഈ ആറ്റുമണമേൽ ഉണ്ണിയാർച്ച ഊണൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഉറക്കായി. ഉറക്കത്തിൽ സ്വപ്നവും കണ്ടു പെണ്ണ്, അല്ലിമലർക്കാവിൽ കൂത്തല്ലാണ്. അങ്ങനെ ഉറക്കത്തിൽ ഇങ്ങനെ കിടന്നുറങ്ങണ സമയത്ത് എന്ത്, നാളെ അമ്പലത്തിലേക്ക് കാവിൽ പോകണം, അവിടെ കൂത്ത് നടക്കണ്ട. അപ്പോൾ ഉറക്കത്തിൽ ആരും സ്വപ്നം കണ്ടിട്ടാണ് കിടക്കണേ? കൂത്ത് നടക്കണം. കൂത്ത് കാണുന്നത് ഇങ്ങനെ സ്വപ്നമൊക്കെ കണ്ടിട്ടാണ് ഉണ്ണിയാർച്ച കിടക്കണത്. അപ്പോൾ മാം അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ ബാക്കി ഭാഗം എടുക്കാം. എല്ലാവർക്കും ഈ കഥ ഇഷ്ടമായി ഉണ്ണിയാർച്ചയുടെ? അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. അപ്പോൾ മാം റിവ്യൂ ടെസ്റ്റ് പേപ്പർ എഴുതണം. നിങ്ങൾ യൂട്യൂബ് വീഡിയോ മാം ഇടുന്നുണ്ട്, അതും കാണണം. നോട്ട്സൊക്കെ നല്ല വൃത്തിയിൽ ഭംഗിയിൽ എഴുതിയിരിക്കണം. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. നന്ദി, നമസ്കാരം.